ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാം പുൽപ്പുയി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് നമ്മൾ പോകാൻ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. അത് ഞാൻ നടന്നു പോകാനാണ് പ്ലാൻ. എൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചത് കാരണം നല്ല കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒതുക്കിയിട്ട് സൈക്കിളിൽ പാക്ക് ചെയ്തിട്ട് പോകാമെന്ന് വെച്ച് സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളും അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് മൊത്തം കരിമ്പിൻ്റെ കൃഷിയും കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഫുള്ള് കരിമ്പാട്ടോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കരിമ്പിൻ്റെയൊക്കെ ഒരു കൃഷിയിടത്ത് പോയി അവിടെ പോയിട്ട് കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് അടിപൊളിയാണ്. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, പിന്നെ ആ ഒരു മലയിലൊക്കെ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ എണീച്ചപ്പോൾ നല്ല കോട ഉണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. നമുക്കിനി പോകാനുള്ള റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങാടുള്ള റൂട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ആദ്യം ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് ഇടാൻ. അങ്ങനെ നമ്മളെ സൈക്കിളെല്ലാം സെറ്റ് ചെയ്തിട്ടാ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് പിന്നെ റെയിൻകോട്ട് എൻ്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പം മഴയും പെയ്താലോ. നമ്മൾ നേരെ സൈക്കിൾ എടുക്കാണ്ട് വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകണേന്. സൈക്കിള് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതൊരു ഗ്യാലറിയാണ്. ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഗ്യാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അടിയില്ലേ, ഒരു കിഡിലെ ലെവൻസിൻ്റെ പോസ്റ്റാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ ആൾക്കാർ വരൽ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. വല്ല വണ്ടിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈ കാണിച്ച് പോവാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് തോന്നണം. ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പൊടിയുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഗ്രാമവാസികളാണ്. ഇവരുടെ കൃഷിപ്പാടത്തേക്ക് പോകണേ കേട്ടോ. ഈ ടൈം ആകുമ്പോൾ എല്ലാ ആൾക്കാരും അവരുടെ കൃഷിപ്പാടത്തേക്ക് പോകും. നമുക്ക് ഏതെങ്കിലും വല്ല വണ്ടി കാര്യങ്ങളൊക്കെ വന്നെയാണെങ്കിൽ കൈ കാണിച്ച് നോക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച സ്ഥലം നോക്കി, ഈ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. ഈ കാണുന്ന മുഴുവനും കരിമ്പിൻ്റെ കൃഷിയാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് വണ്ടി പോകണുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നിർത്തിയില്ല കേട്ടോ. ഇവിടെ അടുത്ത് വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഉണ്ടല്ലേ, ഫുള്ള് കരിമ്പാണ് കേട്ടോ. ഇവർക്ക് ഈ മറ്റേ ശർക്കര പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുക, അതന്നെ ശർക്കര ഉണ്ടാക്കണതിൻ്റെ ഒരു ഇതാണ് ഇവർക്കുള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ ഇന്നലെ മറ്റേ ആ ഒരു പയ്യൻ്റെ കടയിലല്ല, പയ്യൻ്റെ ഒരു കൃഷിപ്പാടത്ത് പോയല്ല. അപ്പോൾ അവനിക്കൊക്കെ അതിൻ്റെ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരും ശർക്കരയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നമുക്കങ്ങനെ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി കേട്ടോ. ഇവരുടെ കൃഷിയിടത്തിലേക്ക് പോകണേണ്. ഇപ്പോൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇവരെന്തൊക്കെ എന്നോട് പറഞ്ഞാന്ന്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ നേരെ പോണത് തുരുവാങ് ഫാൾസിലേക്കാണ് കേട്ടോ. റൂട്ട് വേണമെങ്കിൽ സൈക്കിളിന് വരാൻ, പക്ഷേ സൈക്കിൾ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പണിയായിരിക്കും കേട്ടോ. ഇവർക്ക് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും മറ്റേ കരിമ്പ് കൃഷിയാണ്. കണ്ടില്ലേ, അതിനേക്കുള്ള മരുന്നടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. ഭയങ്കര സീനാണ്ട. ഓക്കെ, ഈ വണ്ടിയൊക്കെ പോകുള്ളൂ കേട്ടോ. വേറെ വണ്ടിയൊന്നും പോകില്ല. ഈ വണ്ടി മാത്രമേ പോകുള്ളൂ കേട്ടോ. അതായത് 4x4 വണ്ടി മാത്രമേ പോകുള്ളൂ. ഭയ്യ ഹലോ മീ. അപ്പോൾ നമുക്ക് ഇവർ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ലിഫ്റ്റ് കിട്ടി. ഇവിടെ നിന്ന് ഏകദേശം കുറച്ചുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ഒരു പുള്ളി അങ്ങാടേക്കാണ് കേട്ടോ പറഞ്ഞാൽ. പക്ഷെ ഇവർക്ക് ഭാഷ അറിയില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഫുള്ള് കൃഷിയാണ്ടോ, വാഴക്കൃഷി. പിന്നെ ഇതേ മാതള നാരങ്ങ അല്ലേ, ഇത് കുമ്പൂസ് നാരങ്ങ കേട്ടോ. പോണ റൂട്ടാണ്ടേക്ക് കാണുന്നത് ഫുള്ള് മുള മരങ്ങളും പിന്നെ വാഴക്കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവർക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. ആള് അവിടം വരെ ഉള്ളൂ കേട്ടോ. ആളുടെ കൃഷിപ്പാടമാണ് ഈ കാണുന്നത്. ഇവിടെ ശരിക്കും കൂടുതലും മുളയാണ് ആൾക്കുള്ളത്. ഓരോരുത്തർക്ക് പല പല കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഈ ഒരു ഏരിയയിൽ. എന്താ പറയുക, നമ്മുടെ ഈ കരിമ്പിൻ്റെ കൃഷിയില്ലേ, അതാണ് കേട്ടോ കൂടുതലുള്ള. ഞാനപ്പോൾ റെയിൻകോട്ട് എത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ പെയ്യണമെങ്കിലേ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോരോ വണ്ടികൾ പോകട്ടോ.
അതായത് ഇങ്ങോട്ടൊക്കെ നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലല്ലേ 2 റൂട്ടുണ്ട്. ഒന്ന് ഐസോളിൽ നിന്ന് വന്നെയാണെങ്കിൽ വേറെ റൂട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വന്നത് പുൽപ്പുയി എന്ന് പറഞ്ഞ ഗ്രാമത്തിലൂടെ കേട്ടോ യാത്രയും കാര്യങ്ങളൊക്കെ. അതും ഏകദേശം ഒരു 6-7 കിലോമീറ്റർ എന്തുകൊണ്ട് 6-7 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ കേട്ടോ. ഞാൻ ഇത്ര നേരം വണ്ടിക്കാണ് വന്നത്, കാരണം സൈക്കിൾ എടുത്താണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ലേറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു റൂട്ട് വരാൻ വേണ്ടി എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും തങ്ങാൻ പറ്റില്ല, കാരണം ഈ ഒരു കാട് പോലത്തെ ഉള്ളിലായിക്കോട്ടെ നമ്മൾ തങ്ങേണ്ടി വന്നേനായിരുന്നു. ഇന്നലെ നമ്മൾ ഈ ഒരു റൂട്ട് വരാനിരുന്നു വെച്ചെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ തങ്ങേണ്ടി വന്നേനെ, ആകെ പണിയായതിന്. കണ്ടില്ലേ ഫുള്ള് മുളം മരങ്ങളാട്ടാ. ഇതുണ്ടല്ലേ ഇപ്പോൾ ഈ കാണുന്ന ഫുള്ള് കരിമ്പും തോട്ടം കേട്ടോ. പിന്നെ അതേ വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 1-2 ആൾക്കാർ. പിന്നെ അവരൊക്കെ വന്ന ടൈമായിട്ടുള്ളൂ. ചില ആൾക്കാരൊക്കെ വണ്ടിക്ക് വരാനിരിപ്പുണ്ട് കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മൾ റിട്ടേൺ പോകുമ്പോൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളും കിട്ടുമെന്ന്. കാരണം ആൾക്കാർ വൈകിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അവർ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും ഉൾപ്പെടെ അവിടെ നിന്ന് കൊണ്ടുവരും. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ. ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരുടെ കൃഷി ഉള്ളിലായിട്ടാണ് വന്നത്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. കണ്ടില്ലേ ഇതിൻ്റെ കേട്ടോ, കണ്ടില്ലേ ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വന്നത് വളരെ കുറവാണ്ടാവും. വന്നത് വളരെ കുറവെന്നല്ല, വരാറില്ല ഈ ഒരു സ്ഥലത്തേക്കൊന്നും. പിന്നെ ഇവിടെയുള്ള അതായത് ഈ മിസോറാമിലുള്ള ആൾക്കാരൊക്കെ വരാറുണ്ടെന്നാണ് കേട്ടത് കുറച്ചൊക്കെ. പക്ഷേ ഈ റൂട്ടൊക്കെ വരാറില്ല കേട്ടോ. ശരിക്കും 2 റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഐസോൾ റൂട്ട് വന്ന ആൾക്കാരാണെങ്കിൽ വേറെ വഴിയാണ് കേട്ടോ. ഇത് നമ്മൾ ലുങ്ലി സെർച്ച് ചെയ്ത് ആ റൂട്ട് വന്നുകൊണ്ടാണ് ഈ ഒരു വഴി കയറിയത്. ശരിയല്ലേ, റബ്ബർ ഷീറ്റ് അടിക്കുന്ന ആൾക്കാരായിട്ടുള്ളത്. കണ്ടില്ലേ റബ്ബർ ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടേക്കണം. കണ്ടില്ലേ അതിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇതൊക്കെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ്. ഇല്ലേ പാട്ടയും കാര്യങ്ങളൊക്കെ. ഹായ് भैया आप इधर का है ना? अच्छा गांव किधर है? झारखंड का. अच्छा अच्छा भैया ये नीचे से जाने के किधर जाएगा? ये जाएगा इधर डैम में है ना, बहुत ऊपर से पानी गिरता है ना इधर में. डैम है. अच्छा और तो भी नहीं वो वाटरफॉल और रास्ता है. वो रास्ता इधर नीचे जाना पड़ेगा. अच्छा अच्छा मैं इधर घूम के आएगा. ഇവിടെ ഒരു ഡാം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് ഈ ഡാം ആദ്യം കാണാൻ പോകാം, എന്നിട്ട് വാട്ടർഫാളിലേക്ക് പോകട്ടോ. പുള്ളി ജാർഖണ്ഡുകാരനാണ്. പുള്ളി ഇവിടെ ഇത് എന്താ പറയുക കച്ചവടമല്ല, ഇവിടെ കൃഷിയും കാര്യങ്ങളും ചെയ്യാനുണ്ടോ. കൃഷിയല്ല ഇവിടെ പണിയാണ്. ഇവിടെ ആറിൻ്റെയോ കീഴിലാണ് പുള്ളി പണി ചെയ്യണത്. ഇതുണ്ടല്ലേ കാണുന്ന ചക്കയൊക്കെ വീണ് ഉടഞ്ഞ് ചീഞ്ഞിരിക്കണേണ്ടാ. കണ്ടല്ലേ എന്തോരം ചക്കയാണ് വീണ് കിടക്കണ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി തോന്നാട്ടോ. ഇവിടെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വെള്ളച്ചാട്ടം ഉണ്ട്. എന്താണ് റങ്താലി എന്നുണ്ട് പേര്. എനിക്ക് എൻ്റെ മോനെ കിട്ടില്ല സാധനം ഉണ്ടാ. അതന്നെ ഒരു ഡാമാണ് ഈ കാണുന്നത്. എൻ്റെ മോനെ ഈ ഒരു ഡാമിൻ്റെ മേലിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാട്ടാ. പാമ്പൊന്നും ഉണ്ടാതിരുന്നാൽ മതി. എൻ്റെ മോനെ കിട്ടില്ല സാറും കേട്ടാ. ഇടിഞ്ഞ് വീഴുവാ. ഇടിഞ്ഞ് വീണതിന് എൻ്റെ പണി തീർന്നേട്ടാ. പറയാൻ പറ്റില്ല, പാമ്പൊക്കെ ഉണ്ടെങ്കിൽ തീർന്നട്ടാ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തിയേട്ടാ. ഇത് കണ്ടില്ലേ ഇതൊരു ഡാമാണ് കേട്ടാ. ഇത് കണ്ടില്ലേ അതിൻ്റെ ഷട്ടർ പോലത്തെ സംഭവം കേട്ടാ. ഇടിഞ്ഞ് വീണതിനാ തീർന്നു എൻ്റെ കാര്യം തീരുമാനം കേട്ടാ. ഇത് നോക്കിയേ കൊടും കാടാട്ടെ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഒരു ഡാമും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പക്ഷെ എൻ്റെ മോനെ അടിപൊളി വ്യൂ ആട്ടാ. ഓ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു സ്ഥലത്ത്. അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വന്നോട്ടെ, ഞാൻ അത്രേ പറയുള്ളൂ കേട്ടോ. ഇത് എവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു വെള്ളം കണക്ട് ചെയ്ത് തന്നെ കേട്ടോ. നല്ല മഴയുടെ ടൈമിൽ ഇത് ഫുള്ള് മറ്റേ നദി പോലെ ആയിരിക്കും കേട്ടോ. ഫുള്ള് നിറഞ്ഞു കിടക്കണേക്കും. ഈ ഭാഗത്തൊന്നും വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങാടൊക്കെ പോകാൻ പറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പേടിയുണ്ട്, ഇടിഞ്ഞ് പൊടിഞ്ഞ് വീഴുവാന്നൊക്കെ ഒരു പേടിയുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഒരു ഡാമല്ലേ നല്ല സ്ട്രോങ് ആയിരിക്കും. നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെ നല്ല ആഴമുണ്ട്. വീണ് അതിനകത്ത് തീർന്നട്ടാ.
അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അങ്ങാടേക്കാണ് പോണത്. ഇതും ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇത്. ഇതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. തൂരുവാങ് എന്നാണ് വാട്ടർഫാളിൻ്റെ പേര്. അപ്പോൾ അത് കാണാൻ നമ്മുടെ പ്ലാൻ കേട്ടോ. നമ്മളിവിടെ ഒരു ഡാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ മേളിൽ ഒരാൾ ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ആ പുള്ളിയാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു ജാർഖണ്ഡുകാരനില്ലേ, പുള്ളിയാണ് എന്നോട് പറഞ്ഞത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ വഴി ഒന്ന് ഷോർട്ടായിട്ടുണ്ട് കേട്ടോ. വഴി വേണം നമുക്ക് പോവാൻ. ആഹാ, നല്ല സീവീഡിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഴയില്ലാത്തത് ഭാഗ്യം കേട്ടോ. മഴ പെയ്യാതിരുന്നാൽ മതി. മഴ പെയ്ത് കഴിഞ്ഞാൽ പോകണം. ഇതൊക്കെ ഭയങ്കര സീനാണ് കേട്ടോ. ഈ വഴിയൊന്നേ വണ്ടിയൊന്നും പോകില്ല കേട്ടോ. ശരിക്കും ഈ ഒരു റൂട്ട് ഐസോളൊക്കെ പോകാൻ പറ്റും, പക്ഷെ വണ്ടി പോകില്ല. അതാണ് കേട്ടോ. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കണം. എനിക്കൊന്നും ഇപ്പോൾ ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടി ഉണ്ട് പോകാൻ വേണ്ടി കേട്ടോ. റൂട്ടൊക്കെ അത്യാവശ്യം ചെടിഞ്ഞ കിടക്കണേ. ഉണ്ടല്ലോ, കുഞ്ഞു റൂട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നൊക്കെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ റൂട്ടിലൊക്കെ വണ്ടിയൊക്കെ പോലും ഭയങ്കര പണിയാണ് കേട്ടോ. ഇത് കപ്പങ്ങയുടെ കേട്ടോ. റോഡ് ബ്ലോക്ക്. ഇവിടുത്തെ ആൾക്കാരും അതുപോലെ തന്നെ ഉണ്ടല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. അതായത് ഇവിടെയൊക്കെ പണിക്കാരൊക്കെ ഉണ്ട് പുറയിലൊക്കെ. പക്ഷേ അതിൽ ചില ആളുകൾ മാത്രമേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ടൊന്നും ആളുകളൊന്നും ഒരുപാടൊന്നും വന്നിട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചാൽ കുറേ പേരോടൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും റൂട്ട് അറിയാം, പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടില്ല ആരും. എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ സ്പോട്ടിലെത്തിയെന്ന് തോന്നാം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അവിടെയൊക്കെ എന്തോ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമില്ലേ, അപ്പുറത്ത് കാണുന്ന ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഐസോളൊക്കെ പോണ റൂട്ടാന്ന് തോന്നുന്നുണ്ടോ. എന്നാലും പയ്യെ ഇറങ്ങാം കേട്ടോ. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഇതൊരു പാലം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ മേലെ കൂടെ പോകാറെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ക്രോസ് ഇതാണെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് പോകാനുള്ള വഴി. എന്നാലും പോയി നോക്കാം. ഇവിടെ ആരെയും കാണാനില്ല. ആരെങ്കിലും കണ്ടാണെങ്കിൽ ചോദിക്കാമെന്ന് കേട്ടോ. ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടിട്ട് ആ ഒരു വഴിയിലാണ് പോണത്. പക്ഷേ ലൊക്കേഷൻ്റെ ഒരു ഇത് കാണിക്കണം അവിടെയുണ്ട് പോയിൻ്റ്. ഞങ്ങളുടെ പോയി നോക്കാം കേട്ടോ. ലാസ്റ്റ് പോയിൻ്റ്. നമ്മൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ കടന്ന് ഇങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെട്ടേട്ടാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ട്. പക്ഷേ ഞാൻ ഗൂഗിളിൽ എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഡാമില്ലേ അതിൻ്റെ ഫോട്ടോ ആയിട്ടാണ്, അല്ലാണ്ട് വേറൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അങ്ങോട്ടേക്ക് ഇനി പോകാൻ വഴിയില്ല. ഇതിൻ്റെ മേളിൽ കൂടെയും വഴിയില്ല, ഇതിൻ്റെ മേളിൽ കൂടെയും വഴിയില്ല. ഞാൻ കുറേ നോക്കിയതാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യും? നല്ല വഞ്ചി വല്ലതും ഉണ്ടാകും. അങ്ങോട്ട് പോകാറുണ്ട് കേട്ടോ. ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് ഇതാണ് പോയിൻ്റ്. ഇനി ഇവിടെ നിന്നൊക്കെ അങ്ങനെ ഒഴുകി ഇതേപോലെ ഒഴുകി പോകില്ലേ, ആ സെയിം തന്നെ ഉണ്ട് അവിടെയും. ഇവിടെ കുറച്ച് വീട് കാണുന്നുണ്ട്. അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കുടിക്കാം. എന്തില്ല നമ്മൾ ഇങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ എവിടെയൊക്കെ എത്തിപ്പെടേണ്ട കേട്ടാ. വീടുകൾ കാര്യങ്ങളില്ലേ ഇവർ പറഞ്ഞത് അവിടെയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാ. ഹായ് ഭയ്യ, അബ് ലോग കാ നാം ക്യാ ഹൈ? तगु। अब मेरा नाम तो फिला। अब असम का है? हम तो असम तो असम है, लेकिन मिजोरम में छोटा बच्चा से बैठा है। अच्छा। ओके, थैंक यू। बाय। प्रॉब्लम तो नहीं है, करने से कर सकते हैं, आपका मर्जी से कर सकते हैं। ओके, ठीक है। ഇവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ ആയി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോകണ വയ്ക്കാന്നാണ് ഇവർ പറഞ്ഞ വാട്ടർഫാൾ കേട്ടോ. നമ്മളിപ്പോൾ കണ്ടതല്ല, തിരിച്ച് പോകണ വയ്ക്കാന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് തോന്നണത് ഇത് നമ്മൾ നേരത്തെ ഒരു ഡാമെന്ന് പറഞ്ഞല്ല, ഇനി അതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതല്ല, ഇതാണ് വന്ന വഴി, അതാണെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷെ എന്താ അല്ലേ, നമ്മളെവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടല്ല. വെള്ളം കുടിച്ച് വയറാണ് കേട്ടോ. മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി
നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ടിലാണെന്നാണ് ഇവർ പറഞ്ഞത് വെള്ളച്ചാട്ടം. പക്ഷെ വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് തിരിച്ച് റിട്ടേണാണല്ലോ. എന്തായാലും പോയി നോക്കാട്ടോ. നമ്മളേ നേരത്തെ വന്ന വഴി തിരിച്ച് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാട്ടോ. വഴിയൊന്നും കാണല്ല. അതെ, വേർത്ത് കുളിച്ചിട്ട് കാണാൻ്റെ ഉടുപ്പൊക്കെ കണ്ടില്ലേ. ഞാനിനി വേർത്ത് കുളിച്ചാണ്ടത്. നല്ല ചൂടുണ്ട്. നമ്മൾ നടന്ന് വേർത്താണ്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഇറങ്ങും? അത് ഇറങ്ങാനൊരു എന്താ പറയുക, ഒരു ഇത് കിട്ടണില്ല കേട്ടോ. എല്ലാം കുത്തനെയുള്ള താഴ്ന്നിരിക്കണാണ്. ഇങ്ങനെ ഇറങ്ങണമല്ല. ഇതൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നണത് നമ്മൾ നേരത്തെ കണ്ടതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എൻ്റെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല, മരങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണോണ്ടേ. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഇറങ്ങിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി ചെല്ലാറുണ്ട്. പക്ഷെ ഇത് ഇറങ്ങി ചെല്ലാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാണ് ഇങ്ങനെ താഴ്ന്നിരിക്കണേ കേട്ടോ. അല്ലെങ്കിൽ വഴി ഉണ്ടാക്കിയെങ്കിലും നമുക്ക് പോകാറുണ്ട്. എനിക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോകേണ്ട വഴി അതാണ്. അപ്പം ഞാനേ ഇവിടെ ഒരു വഴി കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാമല്ലാന്ന് വെച്ചിട്ടാ. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. വഴി പോയി നോക്കാം. ഇതിന് കിട്ടാണ്ടിരിക്കില്ല, ഇതിന് കാണാണ്ടിരിക്കില്ല കേട്ടോ. സോറി, കിട്ടാണ്ടിരിക്കില്ല എന്നായിപ്പോയി. ഫൈനലി എനിക്ക് തോന്നണം നമ്മൾ എത്താറായി തോന്നണ്ട. അതിൻ്റെ സ്റ്റെപ്പ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി മക്കളെ നമ്മളെത്തി കേട്ടോ. ഇവിടെ എന്തോ ഒരു ഗോഡൗൺ പോലത്തെ എന്തോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഉണ്ടായതാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ. ഓ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഇറങ്ങണം വഴി. ഇതാണ് വഴി. ഇനിയും തോന്നണ്ട. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളെത്തിയിട്ടാ. ഉള്ളിൽ എന്തൊക്കെയുണ്ട് കേട്ടോ, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയുണ്ട്. ആൾക്കാരൊന്നും ഇല്ലെന്ന് തോന്നട്ടോ. ഇന്നെനിക്ക് തോന്നുന്നു ഒരുപാട് നാളായിട്ട് പൂട്ടി കിടക്കണ സംഭവം കേട്ടോ. എന്തെല്ലാം മെഷീനറീസൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നണേ. കണ്ടില്ലേ, അടിപൊളി വെള്ളച്ചാട്ടം അല്ലേ. ഞാനിങ്ങനെ കുറേ നേരം ആസ്വദിച്ചിരിക്കണേട്ടാ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അതായത് നല്ല ഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഇവിടെ ഇറങ്ങാമെന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നമുക്ക് നീന്താൻ അറിഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. നീന്താൻ അറിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. പക്ഷേ കുറച്ച് റിസ്ക്കാണ്, അടിയൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനപ്പോൾ ആലോചിച്ചു നല്ല രീതിയിൽ മേലൊക്കെ ചൊറിയാൻ കേട്ടോ. എന്തായാലും മേലൊക്കെ ഒന്ന് കഴുകണം. അപ്പോൾ ഞാൻ അവിടെ അറ്റത്ത് ഇറങ്ങാലാന്ന് വെച്ച്, കുറച്ച് ആഴം അങ്ങനെ വലിയ ഒഴുക്കില്ലാത്ത സ്ഥലത്ത് ഇറങ്ങാലാന്ന് വെച്ച്. അപ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാണ്ട് വന്നാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഒന്ന് പരിശോധിക്കട്ടെ. നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും ഫുള്ള് വീഡിയോ ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ മൊത്തവും കാണട്ടെ. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ആ സ്ഥലവും കൂടിയാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഇറങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെയാണ്. എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മേലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഒറ്റക്കായതുകൊണ്ടാണ് കേട്ടോ. നല്ല ഒഴുക്കുണ്ട്, നമ്മൾ വിചാരിക്കണ പോലെയല്ല. കാരണം ഒറ്റയ്ക്ക് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. റിസ്ക് എടുക്കണതുകൊണ്ടല്ല, നല്ല ഒഴുക്കാണ്. നമ്മൾ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. ഇവിടെ അടുത്ത് ആരുമില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് ഡ്രസ്സ് മാറിയിട്ടൊന്ന് ഇറങ്ങാം. ഇപ്പോൾ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കുളിച്ചേട്ടാ. ഇവിടെയാണ് ഇറങ്ങിയത്. അല്ലേ, ഭയങ്കര തെന്നലും കേട്ടാ. ഫോണായിട്ട് ഇറങ്ങൽ കുറച്ച് റിസ്ക്കാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പണിയാവും കേട്ടോ. കാരണം നല്ല ഒഴുക്കെന്ന് പറയുന്നത് അപാര ഒഴുക്കാണ്. എനിക്കിത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വെറുതെ നമ്മൾ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് വെറുതെ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ സൈഡിലൊന്ന് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയേട്ടാ. മുമ്പിൽ നല്ല ഒഴുക്കാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. നല്ല ഒഴുക്കെന്ന് പറയുന്നത് അപാര ഒഴുക്കാണ്. ഉണ്ടല്ലേ, അങ്ങോട്ട് നല്ല രീതിയിലാണ് ഒഴുകി പോകുന്നത് കേട്ടോ, വെള്ളവും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ തൂരുവാങ് വാട്ടർഫാളിനോടൊക്കെ യാത്ര പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. ആണല്ലേ, എന്തൊക്കെ ഇട്ടില്ല കേട്ടോ ഒഴുകണത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. വന്ന റൂട്ട് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ റെയിൻ കോട്ട് മാറ്റി. ആ സമയത്ത് റെയിൻ കോട്ട് ഇട്ടേക്കണായിരുന്നു. റിട്ടേൺ നടന്നാണ്ട പോകണം. കാരണം വേറെ വണ്ടികളൊന്നും കിട്ടിയിട്ടില്ല ഇത്ര നേരം ഇട്ടാ. അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ നടക്കാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം 12:30 വിശന്ന് തുടങ്ങിയേട്ടാ. നല്ല വിശപ്പുണ്ട്. സൈക്കിളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനം ഇരിപ്പുണ്ട് കഴിക്കാൻ പറ്റുക. എന്ത് സാധനമുള്ള ഇനി കഴിഞ്ഞ ദിവസം മേടിച്ച ബ്രെഡ് എന്തോ ഇരിപ്പുണ്ട് കേട്ടോ. ക്രീം ബണ്ണ് എന്തോ ഇരിപ്പുണ്ട്. ഒരെണ്ണം കടയ്ക്ക് ഉണ്ട്, അത് കഴിക്കാമെന്ന് വെച്ചാൽ തൽക്കാലം. പക്ഷേ എത്താൻ ടൈം എടുക്കട്ടെ നല്ല രീതിയിൽ. അങ്ങനെ നമ്മളെ ഇവിടെ എത്തിയേട്ടാ.
ഇതാ കാണുന്നതാണ് പുൽപ്പൊയി എന്ന് പറയുന്ന വില്ലേജ് കേട്ടോ. ഏകദേശം എത്താറായി. മഴ പൊടിയുണ്ട് കേട്ടോ. നമ്മളെ ആദ്യം വിട്ടാന്ന് തോന്നുന്നു. ആദ്യം വിട്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. 7 കിലോമീറ്ററിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. നിർത്താണ്ട്, അതായത് നിൽക്കാണ്ട് ഒറ്റ സ്ട്രെച്ചിൽ നടക്കണ ആദ്യം വിട്ടാണെന്ന് തോന്നണ്ട. നമ്മൾ ഒരുപാട് നടന്നിട്ടുണ്ട്, പക്ഷേ നിർത്താണ്ടാണ് കേട്ടോ 6-7 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചത്. എൻ്റെ കരിമ്പാണ് ഈ കാണുന്നത്. പടച്ചോനെ മരിച്ചട്ടാ. വെള്ളമില്ല. വെള്ളം എവിടുന്നെങ്കിലും ഒപ്പിക്കണം. വെള്ളം ഇനിയിപ്പോൾ എൻ്റെ ഇരിക്കുന്ന വെള്ളം മൊത്തം തീർന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി. എൻ്റെ സൈക്കിളേ കണ്ടില്ലേ, ഇവിടെ ഇന്നതിനെ കാണാൻ പറ്റും കേട്ടോ. സൈക്കിൾ അവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ കള്ളന്മാരൊന്നും ഇല്ലെന്ന, മിസോറാമിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സൈക്കിളിൻ്റെ അടുത്ത് എത്തിയേട്ടാ. സൈക്കിളിൽ ഇനി എനിക്ക് തോന്നുന്നു 2 ബ്രെഡ് ഇരിപ്പുണ്ട്. ബ്രെഡല്ല, ക്രീം ബണ്ണ് ഇരിപ്പുണ്ട്. അത് കഴിച്ച് വിശപ്പെടക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. എൻ്റെ വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളവും കാര്യങ്ങളൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ആ ഒരു മേല് കാണല്ലേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുള്ളൂ കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെ കണ്ടില്ലേ വെള്ളവും കാര്യങ്ങളും കയറിയിട്ടുണ്ട്. ഇതെൻ്റെ പാൻ്റല്ല കേട്ടോ, ഇത് വേറെ ആരുടെയൊക്കെ പാൻറ്റാണ്. അവൻ വന്ന് പാത്രം എടുത്തിട്ടില്ല കേട്ടോ. അവൻ എടുത്തോളാന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോണേക്ക് കൊണ്ടേ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ബ്രെഡ് നോക്കട്ടെ. വെള്ളമില്ല. 2 ഇരിപ്പുണ്ട് കേട്ടോ. 2 ഇത് കഴിച്ച് വിശപ്പെടാം കേട്ടോ. എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇത് തിന്നിട്ട് നല്ല ടേസ്റ്റ്. ക്രീം ബണ്ണാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആകെയുള്ള സാധനം ഇത് 2 ഉള്ളൂ. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റിടുന്നുണ്ട് അല്ലേ. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യെ ഇറങ്ങാനാന്ന് വെച്ച്. കാരണം എൻ്റെ ഇതൊക്കെ നനഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കാറ്റടിക്കുമ്പോൾ നല്ല തണുപ്പും കൂടെ കിട്ടണം. കഴിഞ്ഞ ദിവസം താമസിച്ചത്, അതായത് ഇന്ന് രാവിലെ ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം താമസിച്ചത് ഇവിടെ നിന്നാണ്. അങ്ങനെ നമ്മൾ ആ ഒരു വില്ലേജിലെത്തി കേട്ടോ, സത്തേക്ക് എന്ന് പറയണ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോണത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഐസോൾ പോണ റൂട്ടിലാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മലയിൽ. അടിപൊളി വ്യൂ അല്ലേ. പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഐസോൾ 35 കിലോമീറ്റർ ഉണ്ട്. 35-40 ഇതാണ് ഐസോൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ പോണത് ഐസോളിലേക്കല്ല, റേയാക്ക് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. അത് മിസോറാമിൽ അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വില്ലേജും കാര്യങ്ങളൊക്കെയാണ്. അങ്ങാടിയൊക്കെയാണ് നമ്മൾ പോണത്. അത്യാവശ്യം ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് പോകണമെങ്കിൽ. പക്ഷെ നമുക്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ പണിയാണ്ട.